ഹായ് കൂട്ടുകാരെ, ഞാനും തയ്യാറാക്കാൻ പോകുന്നത് ഒരു താറാവ് മപ്പാസാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ താറാവാണ്. ഒരു സവോള, 10 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 1 ഉരുളക്കിഴങ്ങ്, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി. നമുക്ക് താറാവ് കഴുകി കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ച് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് താറാവ് മപ്പാസിൻ്റെ മസാല റെഡിയാക്കാം. ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ച് ഒരു പാന് സ്റ്റൗവിലേക്ക് വെക്കുവാണ്. വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 2 കഷ്ണം ചെറിയ പട്ടയുടെ കഷ്ണവും 8-10 കുരുമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യുക. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ സവോള ഒന്ന് വഴന്ന് കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ താറാവ് ഏറെക്കുറെ കുക്കറിൽ വെന്ത് റെഡിയായി വരുന്നു. അപ്പോൾ നമ്മുടെ ആ താറാവിലേക്ക് ഒരു കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ നമ്മുടെ സവോള ഏറെക്കുറെ ഒന്ന് വഴന്ന് വന്നിരിക്കുന്നു. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 സ്പൂൺ കുരുമുളക് പൊടി. ഒരുപാട് പൊടിഞ്ഞതാവരുത്, ഒരു മീഡിയം പൊടിയേ ആവാവുള്ളൂ. ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ താറാവ് വേവിച്ചിരിക്കുന്ന വെള്ളമുണ്ട് അതിൻ്റെ അകത്ത്, അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആ താറാവും കിഴങ്ങും എല്ലാം കൂടെ വേവിച്ച് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ താറാവിലേക്ക് ഒരു ശകലം നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല, കുരുമുളക് ഇതെല്ലാം താറാവിലെല്ലാം ഒന്ന് പിടിച്ച് ആ കിഴങ്ങെല്ലാം ഒന്ന് വെന്ത് റെഡിയായി വരുമ്പോഴത്തേക്കും അപ്പം ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് ഉള്ളിലെല്ലാം ദശയിലെല്ലാം ഒന്ന് പിടിച്ച് റെഡിയാവും. ഏറെക്കുറെ ഒന്ന് തിളച്ച് റെഡിയായി വന്നു. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ശേഷം നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ഇതിന് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചെറിയുള്ളിയും എല്ലാം ഒന്ന് താളിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞത്, ചെറിയൊരു തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്ത പീസ് ഇച്ചിരി നീളത്തിൽ അരിഞ്ഞതാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വന്നു. നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ചെറിയുള്ളിയാണ് എടുത്ത് ഞാൻ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏറെക്കുറെ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി, തേങ്ങായി ഒന്ന് ബ്രൗൺ കളറായി. നമുക്കിതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക, 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ താറാവ് റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 തേങ്ങയുടെ പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നു. നല്ല തിളച്ച് വരുമ്പോഴേക്കും നല്ലപോലെ കുറുകി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു
1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തതും കറിവേപ്പില ഉള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ താറാവ് മപ്പാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക.